ഹായ് ഡിയേഴ്സ്, ബൈ 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 ബൈ. എല്ലാവർക്കും നമ്മുടെ ആഫ്രിക്കൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു വില്ലേജിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. വില്ലേജിൻ്റെ പേര് ആക്ച്വലി ഒരു വല്ലാത്തൊരു പേരാണ്. ഞാൻ പറയാം അതേതാന്ന്. എന്തായാലും നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും. നമ്മുടെ യാത്രയിൽ കാണുന്ന ഒരു കാഴ്ചയാണ് റോഡിൽ. നമ്മുടെ കാറ് കുറച്ച് മുൻപ് പോയി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഏത്തക്ക കണ്ടേ. ഇത് കണ്ട കനലിൽ വെച്ച് ഏത്തക്ക ചുടുക. നല്ല രസമുണ്ട്. നമ്മുടെ ഇത് ഏത്തപ്പഴം കിടപ്പുണ്ട്. അപ്പോൾ ഏത്തയുടെ കൊലയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കേ ഇവിടെ ഏത്തക്കൊല വളരെ കുറവാണേ. എത്ര ഇതിന് പറഞ്ഞേ? 70. ഈ ഒരു കൊലയ്ക്ക് 70,000 ഷില്ലിങ്സ്. നാട്ടിൽ 1,500. ചെറിയ പീസാക്കി തരും, ഒരു പടലയോ അങ്ങനെ എന്തെങ്കിലും. ഇച്ചാൻ ചോദിക്കുവാണ്. ഈ ഇത്ര ഫുൾ കൊല നമുക്ക് വേണ്ട. അപ്പൊ ഇച്ചാൻ അതിന്റെ ചെറിയൊരു പീസ് തരാവോന്ന് ചോദിക്കാം. എത്ര രൂപ അവര് പറയുന്നേ? 10? മതി, അത് മതി. വറക്കാനല്ലേ? അല്ല 2 പടല മേടിക്കാം. നല്ല വിളഞ്ഞ കായാണേ. ഇത് കണ്ട് ഇവിടെ എല്ലാം നല്ല വാഴത്തോട്ടമാണ്. ഇവിടുന്ന് കൃഷി ചെയ്ത് ഇവിടെ റോഡ് സൈഡിൽ കൊണ്ട് വിൽക്കുന്നതാണത്. നമ്മൾ മുഴുവൻ എടുക്കുന്നില്ല. അതിൻ്റെ 2 പടല. കാര്യം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പഴുത്തൊക്കെ പോവും. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് 2 പടല എടുക്കാമെന്ന് ഓർത്ത് ചിപ്സ് ഉണ്ടാക്കാനായിട്ട്. അത് ഇവിടുത്തെ 20,000 ഷില്ലിങ്സ് ആണേ. അതായത് നാട്ടിൽ ഒരു 500 രൂപയാകും. പക്ഷേ ഇവിടെ ഈ കെമിക്കലൊന്നും ചേർക്കാതെ നല്ല വളം ഇട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല മൂത്ത കായുമായിരുന്നു. അതെ, ഇത്രയുണ്ട്. അവിടെ കരിമ്പ് വെച്ചിരിക്കുന്നത്. നമ്മൾ കായെല്ലാം വാങ്ങിയില്ലേ, അവിടെ കരിമ്പ് വിൽക്കാൻ വെച്ചിരിക്കുന്ന. ഇങ്ങോട്ടെല്ലാം യൂക്കാലിപ്സിൻ്റെ കാടാണ്. യൂക്കാലിപ്സാണ് ആ കാണുന്നതല്ല. കുറേ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം 2 സൈഡിലും യൂക്കാലിപ്സ് ആണുള്ളത്. താഴേക്ക് വഴിയാണ്. അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ചോളം മേടിച്ചായിരുന്നു. ചോളം വെറുതെ കനലിനകത്ത് ചുട്ട് തരുക. ഉപ്പില്ല, മറ്റേ നമ്മുടെ ലെമണില്ല, മുളക് പൊടിയില്ല, അതൊന്നും ചേർക്കാതെ അവർ കനലിൽ ചുടും. ഇവരുടെ ഒരു ഭക്ഷണമാണ് ഈ ചോളം. അപ്പം നമ്മൾ ഒരെണ്ണം മേടിച്ചു. കനലിൽ ചുട്ടതായതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിന്. നമ്മൾ വരുന്ന വഴിക്കുള്ള ഒരു ചെറിയ ജംഗ്ഷനാണിത്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കുറച്ച് കടകളൊക്കെ ഉണ്ട്. പലചരക്ക് കടയുണ്ട്. എല്ലാം വെയിലുള്ളത് കൊണ്ട് ഇതെല്ലാം മൂടി മിക്ക കടകളും. പിന്നെ കൂടുതലും ചാർക്കോളൊക്കെ വിൽക്കുന്ന കടകളാണ്. ഇവിടെ ഡെയിലി ഇവർ യൂസ് ചെയ്യുന്ന ആണല്ലോ ചാർക്കോള്. ഇതൊരു ചിക്കൻ്റെ ഒരു കടയാണ്. വെള്ളം കൊണ്ടിരുന്ന കേട്ടോ, സൈക്കിളിൽ വെള്ളം കൊണ്ടിരുന്നൊരു ഭാഗമായി കാണുന്നത്. 3ഉം 4ഉം ക്യാന് എടുത്തിട്ട്, അത് കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറിയ ക്യാനുമായിട്ടൊക്കെ വരും. നമ്മുടെ നാട്ടിലെ പോലത്തെ വീടുകളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ ബോംബോ ടൗണിലാണ്. ഇപ്പം ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം യാത്രയും കൂടെ ഉണ്ട്. നമ്മൾ പോകേണ്ട വോബുലൻസി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാർക്കറ്റ് സ്റ്റാർട്ടായിരുന്ന പോലെ തന്നെ ഈ ആഴ്ചയിലുണ്ട്. ഒന്നിടവിട്ടുള്ള സൺഡേയിലാണ് മാർക്കറ്റ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പം ഇന്ന് മാർക്കറ്റ് ഉണ്ട്. തുണികൾ, ഈ സെക്ഷൻ ഫുള്ള് ഡ്രസ്സിൻ്റെയാണേ. പിന്നെ ബെഡ്ഷീറ്റ്, സെക്കൻഡ് ഹാൻഡ് ഫ്രോക്ക്, പിന്നെ ബാഗ്. ഇനി പച്ചക്കറികളാണ് കൂടുതലും. ഇനി ഫുൾ അങ്ങോട്ട് പച്ചക്കറികളുടെ ഒരു മാർക്കറ്റാണ്. എല്ലാം മിക്സ്ഡാണ്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട്. നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങണം. കാര്യം നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇവിടെ ഭയങ്കര ചീപ്പ് റേറ്റാണ്.
ചീര, പച്ചക്കറികൾക്കൊക്കെ, അതായത് ഇവർ വീടുകളിൽ നിന്ന് തന്നെ കൃഷി ചെയ്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന, സ്വന്തം വീടുകളിൽ നിന്നും സ്വന്തം കൃഷി സ്ഥലത്തു നിന്നും. അപ്പോൾ കീടനാശിനികളൊന്നും ഇല്ലാതെ കൃഷി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വിലക്കുറവാണ്. സ്വന്തം വീടുകളിൽ തന്നെ വരുന്നതുകൊണ്ട് വളരെ ചീപ്പ് റേറ്റാണ്. നമ്മുടെ അവിടെ ഉള്ളതിലൊക്കെ ഒരുപാട് വില കുറച്ച് ഇവിടെ കിട്ടും. ഇവിടുത്തെ മിലിറ്ററി ഉദ്യോഗസ്ഥരാണ്. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാനുണ്ട്. ഫുഡ് കഴിച്ചിട്ടാണ് ഇനി നമ്മുടെ തുടർന്നുള്ള യാത്ര. അപ്പം നമുക്കിവിടെ എൻ്റെ ഫ്രണ്ടുണ്ട്, മലയാളി ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്ത് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. നമുക്ക് കുറേ സമയം യാത്ര ചെയ്ത് വരാനുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ 2:30-ക്കാണ് നമുക്ക് വില്ലേജിൽ ചെല്ലേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള യാത്ര നമ്മൾ വില്ലേജിനകത്തൊരു ഓഫ് റോഡിൽ കൂടെ ഒക്കെ കാറ് മുഴുവൻ പൊടിയായി. എല്ലാം ഒന്ന് തുടയ്ക്കുക. പിള്ളേർ സെറ്റൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് ഫുഡ് കപ്പയും ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതുണ്ട് വില്ലേജിലെ മൺവീടുകൾ, മൊത്തം മണ്ണും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന. ഇതൊക്കെ ഓരോ ഫാമിലി, ഒരു ഫാമിലിയിലെ 2 ഫാമിലിയൊക്കെ താമസിക്കുന്ന വീടുകളാണ് ഇതൊക്കെ. കൂടിയിട്ടുണ്ട് കേട്ടോ. നെയിം പ്ലീസ്. ഹജാവ. ഹൈഷ. പറഞ്ഞേ. അമീന. കുട്ടീസ് എല്ലാം കൂടെ കൂടിയിട്ടുണ്ട്. നമ്മളെ കണ്ടോണ്ട് എന്നോട് വന്ന് പറഞ്ഞു നൈസാന്ന്. ഞാൻ Oliotia. Sound. Oliotia. You're fine. In Luganda, Oliotia. JND. Very good job. You are so beautiful. You are so beautiful. Yeah? Eh? Hey, slow. Hey, കൊടുക്കാൻ പറഞ്ഞു. വീതിച്ച് കൊടുത്തിട്ട് പോരാൻ പറയില്ല. അടി. Sebo, give all. Welcome. Nyabo, how are you? അവർക്ക് അത് മതിയെന്ന്. പഴം കാണിച്ചപ്പോ പഴം വേണ്ടെന്ന്. ഒരെണ്ണം കൂടുതലുണ്ട്. Sebo. Is it enough? വഴക്കുണ്ടാക്കല്ലോ. ഇലക്ഷൻ്റെ പരിപാടിയാ. നല്ല രസം. എല്ലാ ആഴ്ചയിലും നമുക്ക് ചീര വേണം. അയറിന്റെ ഉണക്കമീനാണ്. അതും കുറച്ച് നമ്മൾ മേടിക്കുക. നമ്മുടെ ചെറിയ ചേമ്പ്, ചെറുചേമ്പും വലിയ ചേമ്പും ഉണ്ട്. ചേമ്പും നമ്മൾ മേടിച്ച് കുറച്ച്. നമ്മുടെ ഇതിന്റെ പേരിന് മധുരക്കിഴങ്ങ് ഉണ്ട്. കപ്പയുണ്ട്. സാധനം വണ്ടിയിലേക്ക് കൊണ്ട് വെക്കാൻ വേണ്ടി പോവാം. ഇന്ന് നമുക്ക് അധികം സാധനങ്ങൾ വേണ്ട. ഇന്നലെ നമ്മൾ കുറച്ച് മാർക്കറ്റിൽ നിന്ന് മേടിച്ചായിരുന്നു. നമ്മൾ വില്ലേജിലെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.